ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും RJD നേതാവുമായ തേജസ്വി യാദവ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കുറ്റകൃത്യങ്ങൾ, ജയിൽ പീഡനങ്ങൾ, ജില്ലകളിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്നു. നിതീഷ് കുറ്റവാളികളെ സംരക്ഷിക്കുകയും നീതി നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിതമായോ എന്ന് യാദവ് ചോദിച്ചു. ബീഹാറിൽ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നതായി നിങ്ങൾ എല്ലാവരും നിരീക്ഷിച്ചിരിക്കണം. കുറ്റവാളികൾ നിയന്ത്രണാതീതമായി മാറിയിരിക്കുന്നു. അവർ രാത്രിയിൽ മാത്രമല്ല, ഇപ്പോൾ സജീവമാകുന്നത് പകലുകളിലും അവരുടെ അക്രമങ്ങൾ തുടരുന്നു. തനിഷ്ക് പോലുള്ള വലിയ കടകളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നുമുണ്ട്. ഒരു തവണയല്ല, 3 തവണ 25 കോടി രൂപയുടെ കവർച്ചകൾ നടന്നിട്ടുണ്ട്. സ്കൂളുകൾക്കു ചുറ്റും, പ്രത്യേകിച്ച് ഭോജ്പൂരിലും ഹാജിപൂരിലും ബോംബുകൾ സ്ഥാപിച്ചിട്ടുള്ള അരക്ഷിതാവസ്ഥ വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭോജ്പൂരിലും ഹാജിപൂരിലും സ്കൂളുകളിൽ ബോംബുകൾ സ്ഥാപിക്കുന്നു. ബീഹാറിൽ 200-ലധികം വെടിയുണ്ടകൾ പൊട്ടാത്ത ഒരു ദിവസം പോലുമില്ല. തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി നിതീഷിന്റെ സ്വന്തം ജില്ലയായ നളന്ദയിൽ ഒരു പെൺകുട്ടിയെ മനുഷ്യരഹിതമായി പീഡിപ്പിച്ചു. കാലിൽ ആണിയടിച്ച് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടും സർക്കാർ നിശബ്ദരാണ്. നിശബ്ദരായ നിരീക്ഷകരെ പോലെ വെറുതെ ഇരിക്കുന്നു. എത്ര നാൾ ഇങ്ങനെ മൗനത്തിൽ ഇരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു.